കിണറിൽ ചാടി ആത്മഹത്യ ചെയ്ത സ്ത്രീയാണ്. അത് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടീനെയും കൂട്ടിയിട്ടാണ് ചാടിയത്. അപ്പം പിന്നെയാണ് അറിയുന്നത് കുട്ടിയുണ്ട് എന്നുള്ള കാര്യം. അപ്പം നമ്മളെ മുകളിൽ സ്ത്രീ പൊങ്ങി കിടക്കുന്നുണ്ട് ബോഡി, അത് നമ്മളെടുത്തു. പിന്നെയാണ് പറയുന്നത് കുട്ടിയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പരിശോധിച്ചവർ ഇപ്പം വെള്ളത്തിൻ്റെ അടിയിൽ നല്ല ക്ലിയർ വെള്ളമാണ്. അപ്പം നമ്മളൊരു പാവ കടത്തിയ പോലെ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കിടക്കുക. എത്ര വയസ്സുണ്ട്? ചെറിയ കുഞ്ഞ്, ഏകദേശം 1 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ്. കുഞ്ഞ് പുറത്തേക്ക് പൊങ്ങി വന്നില്ല ആ സമയത്ത്. അതായത് നമ്മൾ മുങ്ങിയെടുത്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ വന്നൊരു ഭയങ്കര ഫീലിംഗ്, അതൊരു പാവ പോലെയാണ് തോന്നുന്നത്. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ മാംസമാണ് കത്തുന്നത്. മാംസം കത്തുമ്പോൾ നമുക്ക് ഒരു ഭക്ഷണം ആയി കഴിഞ്ഞാൽ ചൂടുള്ള സാധനം തൊടാൻ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് മാംസം കത്തിയാലുണ്ടാവും. ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ എന്നേരം നമുക്ക് എടുക്കാതിരിക്കാനും പറ്റാതൊരു ഇത് പ്രതിഫലമില്ല. ഒരു കാരണവശാലും കംപ്ലീറ്റ് 100% ഫ്രീ സർവീസാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മളെ സീനിയർ ആയിട്ടുള്ള സാറുണ്ട്. സാറിൻ്റെ പേരൊന്നും അറിയോ? എൻ്റെ പേര് ദീപകുമാർ എന്നാണ്. ഇവിടെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യാണ്. ഏകദേശം എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോൾ അടുത്ത കാലത്താണ് വന്നത്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 25ഓളം വർഷത്തെ സർവീസ് ഉണ്ട്. ഇത് 26ാമത്തെ വർഷമാണ്. ജസ്റ്റ് കാഞ്ഞങ്ങാട് ഇപ്പോൾ പ്രൊമോഷനായിട്ട് ജോയിൻ ചെയ്തതാണ്. വീട് കണ്ണൂരാണ്. മമ്പറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കണ്ണൂർ മമ്പറം എന്നുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ, അതായത് കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വീഡിയോസെല്ലാം ഇടുന്ന സമയത്ത് ഞാൻ എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക്, നമുക്ക് അധികം ഇൻട്രോ ഒന്നും വേണ്ട, കാരണം എല്ലാവർക്കും അറിയുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫയർഫോഴ്സിൻ്റെ അധികം വീഡിയോൻ്റെ അടിയിലും ഒരു കമൻറ്റ് സ്ഥിരമായിട്ട് വരലുണ്ട്. അതായത് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ഗവൺമെന്റ് മേഖല എന്നുള്ള രീതിയിലേക്ക് കയറുന്നത്. അത് 100% ശരിയാണ്. ആ ഒരു കമന്റ് 100% ശരിയാണ്. കാരണം ഏത് വിഭാഗമായി കഴിഞ്ഞാൽ അതിൽ 2 അഭിപ്രായം ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനമാണ്. അതിൽ വേറൊന്നുമില്ല. ഒരാൾക്കുള്ള സഹായം, ഒരാളെ ജീവൻ തിരികെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ പ്രോപ്പർട്ടി സേവ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ആ ക്ലയന്റിന് മെച്ചാണ് കിട്ടുന്നത് നമ്മുടെ സർവീസ് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹേറ്റേഴ്സ് ഇല്ലാത്ത കാരണം ഇവർക്ക് അതിനെ കൊണ്ട് യാതൊരു എന്താ പറയാ സെൽഫായിട്ടുള്ള കുറച്ച് സാറ്റിസ്ഫാക്ഷൻ അല്ലാണ്ട് വേറെ പ്രതിഫലം നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അപകടം പറ്റിയ ഒരാൾക്ക് കിട്ടുന്ന രക്ഷയാണ്. അപ്പൊ അത് അവരെ മുഖത്ത് ഉള്ള ഒരു ആത്മവിശ്വാസം, സന്തോഷം, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബെനിഫിറ്റ് ആയിട്ട്. കുറെ ഇയാൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ ഈ പുലിവാൽ കല്യാണം എന്നുള്ള സിനിമയില് ആ ഒരു സീൻ ഉണ്ട്, സാർ കണ്ടിട്ടുണ്ടോ? ഫയർഫോഴ്സിന്റെ കുളത്തുനിന്ന് ഇതാക്കുന്നത്. അപ്പൊ അതിൽ ലാസ്റ്റ് ഫയർഫോഴ്സ് പറയുന്നുണ്ട് ഇവിടെ വന്നതിന്റെ ചാർജ് തരണം, അങ്ങനെ എന്തോ ഒരു സീക്വൻസ് ഉണ്ട്. ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മുടെ സിനിമയിൽ ശരിക്കും പ്രതിഫലം അങ്ങനെ പ്രതിഫലമില്ല. എന്ത് കാരണവശാലും കംപ്ലീറ്റ് 100% ഫ്രീ സർവീസാണ്. പക്ഷേ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഫീസ് അടക്കുന്ന സേവനങ്ങളുണ്ട്. അത് ബിൽഡിംഗ് പെർമിറ്റിനൊക്കെ എടുക്കുന്ന ഒരു സർവീസ്, മറ്റുള്ള നമ്മളൊരു ഫീസ് അടക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള സേഫ്റ്റിന്റെ ഭാഗമായിട്ടുള്ള എമർജൻസി സർവീസിന് ഒന്നിനും ഫയർ കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ കോൾ ആയിക്കോട്ടെ, ഒരു അപകടത്തിൽപ്പെട്ട കോൾ ആയിക്കോട്ടെ, ഏത് അപകടത്തിനും ഫ്രീ സർവീസാണ്. അത് 24 അവർ സാധാരണ ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു കോൾ വരാണെങ്കിൽ എങ്ങനെയാണ് ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മളൊക്കെ ഇവിടെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ വാച്ച് റൂമിലാണ് ആ ഫോൺ പോവുക. വാച്ച് റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കൺട്രോൾ റൂം ഉണ്ടാവും. ആ വാച്ച് റൂമിൽ കോൾ പോയി അവിടുത്തെ സീനിയർ ഫയർ ഓഫീസർ ഫോൺ അറ്റൻഡ് ചെയ്യും. ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ വിളിക്കുന്ന ആൾക്കാരോട് കറക്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കും. എവിടെയാണ് സംഭവം, എന്താണ് സംഭവത്തിൻ്റെ സ്വഭാവം, തീയാണോ അല്ലെങ്കിൽ മറ്റ് അപകടമാണോ എന്നുള്ള കാര്യം ഡീറ്റെയിൽ അതിന് പറ്റുന്ന നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. രാവിലെ ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു നടപടിക്രമമുണ്ട്. അപ്പോൾ ഓരോ ക്രൂ ആയിട്ട് ഓരോ വണ്ടിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ക്രൂസ് ഉണ്ടാവും. ഫയർ ടെൻഡറിൽ അങ്ങനെ, അല്ലെങ്കിൽ എമർജൻസി ടെൻഡറിൽ അങ്ങനെ, പിന്നെ മറ്റ് റെസ്പോൺസ് വാഹനങ്ങളിൽ അങ്ങനെ അത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പോസ്റ്റ് ചെയ്ത ജീവനക്കാർ ഈ വാച്ച് റൂമിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ബെല്ലിടും. അത് ഒരു കോഷണറി ആയിട്ട് ഒരു ബെല്ലിടും. ഇത് കൺഫേം ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് ടേൺ ഔട്ട് ബെല്ല് ഇടും. ടേൺ ഔട്ട് ബെല്ലിട്ട് കഴിഞ്ഞാൽ ഉടനെ സംഭവ സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചെങ്കിൽ എന്താ ചോദിക്കാൻ വെച്ചാൽ പോകുന്ന സമയത്തുള്ളത്
ഇപ്പൊ ചെറിയ എമർജൻസി ഉണ്ട് ചിലപ്പോ ഈ അത്യാവശ്യമുള്ള ചെറിയ കാര്യങ്ങൾക്ക് വലിയ വണ്ടി ആവശ്യമില്ലാത്തടത്ത്. പക്ഷെ അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ വലിയ വണ്ടി കൊണ്ട് പോകുന്നതാണല്ലോ ചിലയിടത്ത്. അതെന്തുകൊണ്ട് അങ്ങനെ പോകുന്നത്? അത് പിന്നെ നമ്മള് ഓരോ നിശ്ചയിച്ച വണ്ടി ഉണ്ടല്ലോ, അത് ഓരോ പർപ്പസിനാണ് വണ്ടി വെച്ചിരിക്കുന്നത്. അത് ഫയറിന് പ്രത്യേക തരത്തിലുള്ള ഒരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞ പോലെ എമർജൻസിക്കായി പ്രത്യേക തരത്തിലുള്ള വണ്ടിയാണ്. അപ്പം നമ്മൾ ആ റോഡിന്റെ വലിപ്പം കൂടി നോക്കിയിട്ടാണ് പോകുന്നത്. ചെറിയ റോഡാണെങ്കിൽ ചെറിയ വാഹനം എടുത്തിട്ട് പോകും. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം ചിലപ്പം മോതിരം കുടുങ്ങിയതിന് അല്ലെങ്കിൽ വാതിലിന് കുടുങ്ങിയതിനെല്ലാം വലിയ വണ്ടി എടുത്തിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ്സ് ആ ഒരു വാഹനത്തിലായിരിക്കും ഉണ്ടാവുക. അല്ല, ചില തെറ്റിദ്ധാരണ നമുക്കറിയില്ല. ഞാൻ ചില ആൾ കമന്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ വലിയ വണ്ടി കൊണ്ട് പോകുന്നത് ചിലപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് പോകാനാണ്. അങ്ങനെയും വരാം, അങ്ങനെയും സംഭവിക്കാം. നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും അവിടെ എന്താ സംഭവിച്ചെന്നുള്ള അറിയുകയും ചെയ്യില്ല. രണ്ടാമതൊരു വേറെ എന്തെങ്കിലും ഒരു സർവീസും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെന്നുള്ള ഈ ഒരു ഉദ്ദേശത്തിലാണ് വലിയ വാഹനം കൂടി. ഈ ഇത്രയും ഇപ്പൊ 25-26 കൊല്ലത്തിലേക്ക് പോകുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ എന്തെങ്കിലും അനുഭവം പറയാനാണെങ്കിൽ? ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർവീസിൽ. പിന്നെ മരണങ്ങൾ, പിന്നെ രക്ഷാപ്രവർത്തനം, മരണവും ഒക്കെ ഒരുപാട് നമ്മൾ ഈ 26 വർഷത്തിൽ കണ്ടിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന മനസ്സിൽ തട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 2000-ത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ തലശ്ശേരിയിൽ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് നമ്മുടെ സഹപ്രവർത്തകർ തന്നെ അപകടത്തിൽപ്പെട്ട ഒരു സംഭവം. അത് വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, വള്ളികുളങ്ങര എന്ന സ്ഥലത്ത് ഈ കിണർ നിർമ്മിക്കുന്ന 3 പണിക്കാർ കിണറിലകപ്പെട്ടു. മണ്ണിടിഞ്ഞു വീണ് കിണറിൽ അകപ്പെട്ടു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോൾ വരുന്നത്. വടകര സ്റ്റേഷനിലേക്കാണ് കോൾ വരുന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വടകര ഉള്ള ക്രൂ അവിടെ പുറപ്പെട്ടു. നിർഭാഗ്യവശാൽ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മുകളിലുള്ള മണ്ണ് ഇടിഞ്ഞു വീണു. ഈ രക്ഷാപ്രവർത്തകർ, നമ്മളെ വടകര ഫയർ സ്റ്റേഷനിലെ 3 സഹപ്രവർത്തകർ മണ്ണിനടിയിൽപ്പെട്ടു. ഇവരെ ട്രാപ്പായവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലശ്ശേരി യൂണിറ്റ് പോകുന്നത്. അപ്പോൾ ഇവരെ എടുത്തു. നിർഭാഗ്യവശാൽ 3 ജീവൻ നഷ്ടപ്പെട്ടു. നമ്മുടെ സർവീസിലുള്ള 3 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതോടൊപ്പം ഏറ്റവും കിണറിലടിയിലുള്ള പണിയെടുക്കുന്ന 3 പേരുടെ മൊത്തം 6 ആൾക്കാരെ ബോഡി എടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് മറക്കാനാവാത്ത ഒരു അനുഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫയറിന്റെ വരുന്ന സമയത്ത് തീപ്പൊള്ളലേറ്റിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ട് നല്ലോണം എന്താ പറയാ തീർച്ചയായിട്ടും ഉണ്ടാവും. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാലോ, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ മാംസമാണ് കത്തുന്നത്. മാംസം കത്തുമ്പോൾ നമുക്ക് ഒരു ഭക്ഷണം ആയി കഴിഞ്ഞാൽ ചൂടുള്ള സാധനം തൊടാൻ ഇതേ ഒരു അവസ്ഥ തന്നെയാണ് മാംസം കത്തിയാലുണ്ടാവും. ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ എന്നേരി നമുക്ക് എടുക്കാതിരിക്കാനും പറ്റാത്തൊരു ഇത്. അപ്പൊ എന്തെങ്കിലും ക്ലോത്ത് പോലത്തെ സാധനം ഉപയോഗിച്ച് പേടി തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ ബോഡി എടുക്കുന്ന സമയത്ത്? പേടി അത് നമ്മളെ ഈ ഒരു ട്രെയിനിങ്ങിൽ തന്നെ നമ്മളത് മനസ്സ് അതിന് പരുവപ്പെട്ടു വരും. നമ്മൾ വ്യത്യസ്ത സ്വഭാവം ആണെങ്കിലും പരിശീലനത്തിൽ നമ്മളെ ഏകദേശം എല്ലാവരും ഒരേ മാനസികമായിട്ട് അതിന് പരുവപ്പെട്ടു വരും. കാരണം എപ്പോഴും നമ്മുടെ ജീവിതകാലം രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടതാണ്. പലതരത്തിലുള്ള സിറ്റുവേഷൻ കാണേണ്ടി വരും. കൈ മുറിഞ്ഞത്, കാല് മുറിഞ്ഞത്, അതേപോലെ പൊള്ളലേറ്റൊക്കെ കാണേണ്ടി വരും. ഇങ്ങനെയുള്ളവരെ എടുത്തിട്ട് ചിലപ്പോൾ ബോഡിയിലൊക്കെ ചോരയും കൊണ്ടൊക്കെ വീട്ടിൽ പോകുമ്പോൾ വീട്ടിലത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ ഫാമിലി ലൈഫിൽ? ഇല്ല, വീട്ടില് പിന്നെ നമ്മൾ വീട്ടുകാരെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ജോലി എന്താണെന്നുള്ള അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ പൂർണ്ണമായിട്ട് പറയണമെന്നില്ല, നമ്മൾ വീട്ടുകാരോട് ഷെയർ ചെയ്യണമെന്നില്ല. പക്ഷെങ്കിലും അവർ പിന്നെ അവർക്കറിയാം നമ്മുടെ ജോലി ഇങ്ങനെയാണ്. അവർ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ള അറിവുണ്ടാവും. ജോലി ബുദ്ധിമുട്ടാണ്, തീർച്ചയായിട്ടും അങ്ങനെ അവർ ആ രീതിയിലുള്ള ഒരു ഉപദേശം തരും. അത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ള. ഇപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ ആധുനികമായിട്ടുള്ള രക്ഷാ ഉപകരണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ ലൈഫ് സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇറങ്ങിയിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കൂടിയ ആൾക്കാർ, നാട്ടുകാർ, ഇവർക്ക് ചില സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെങ്കിലും? തീർച്ചയായിട്ടും അതുണ്ടാവും. കാരണം നമ്മൾ ഏതൊരു അപകടത്തിലും ആൾക്കാർ ഒരേ ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടി ഓടി വരും. പക്ഷെ അവർ നല്ല ഉദ്ദേശത്തിലാണ് ഓടി വരുന്നത്. പക്ഷെ അത് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ഉപദ്രവമായിട്ടും മാറും. പിന്നെ ഉപകാരം ചെയ്യുന്ന ഉപദ്രവമായിട്ടും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വടകരയിൽ രക്ഷാപ്രവർത്തനത്തിൽ സംഭവിച്ചത്. മണ്ണിടിയാൻ കാര്യം പിന്നെ തൊട്ടപ്പുറത്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഈ ആ സംഭവത്തിൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഈ ഫംഗ്ഷൻ നടക്കുന്ന അവിടെ പങ്കെടുക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇവിടത്തേക്ക് ഓടി വന്നു. എല്ലാവരും ഓടി വന്നു, കിണറിന് ചുറ്റും കൂടി നിന്നു. ആ പിന്നെ ചുറ്റും കൂടി നിന്നപ്പോൾ ആ ഒരു സമ്മർദ്ദത്തിലാണ് മണ്ണ് വെയിറ്റ് താങ്ങാൻ പറ്റാതിട്ടാണ് മണ്ണ് ഇടിഞ്ഞു വീണിട്ട് ഒരു അപകടം സംഭവിച്ചത്. അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ജീവനക്കാർ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരില്ലായിരുന്നു.
അതേപോലെ പല സ്ഥലത്തും ഉണ്ടാവും അങ്ങനെ അപകടം നടന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഓടിക്കൂടും. അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയായ രീതിയിലായിരിക്കണമെന്നില്ല, നമ്മൾ ചെയ്യുന്ന പോലെ ശാസ്ത്രീയമായ രീതിയിലായിരിക്കണമെന്ന്. ചിലപ്പോൾ എല്ലിനൊക്കെ പൊട്ടലുള്ളവരൊക്കെ കോരിയെടുത്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും ആശുപത്രി. നമ്മൾ ക്യാരിങ് മെത്തേഡ്സ് ഒക്കെ മെത്തേഡ് തെറ്റായ രീതിയിലാണ്. തീർച്ചയായിട്ടും അത്തരം സാഹചര്യത്തിൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം. സ്ട്രക്ചർ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ പിന്നെ മരത്തിന്റെ തടിയോ അത് വെച്ചിട്ട് മാത്രം കൊണ്ടുപോകും. കൈകൊണ്ട് കോരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്റേണൽ ആയിട്ടുള്ള മുറിവ് കിട്ടും. ചില സമയത്ത് അങ്ങനെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ പുറത്തൊന്നും പരിക്കൊന്നും കാണുന്നില്ല, ഉള്ളിൽ ചെറുതായിട്ട് പൊട്ടിക്കിടക്കുന്നുണ്ടാവും. ആ ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ കോരിക്കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കസേലയിൽ ഇരുത്തിയിട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. പക്ഷേങ്കിൽ അത് അയാൾ ദീർഘകാലം കടപ്പിലാകുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അത്തരം വ്യക്തികളെ പ്രത്യേകിച്ച് മാത്രം കൊണ്ടുപോകുക. ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്? അതായത് ചെറിയ നമുക്ക് ഒരുപാട് അങ്ങനെയുണ്ട്. ചെറിയ കുട്ടികളെയൊക്കെ വളരെ മനസ്സിന് ഭയങ്കര വിങ്കലുണ്ടായി ഒരുപാട് അനുഭവം. എന്താ പറയാനുള്ളത്? അത് പിന്നെ ഒരു സ്ത്രീ പിന്നെ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്ത സ്ത്രീയാണ്. അത് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടീനെയും കൂട്ടിയിട്ടാണ് ചാടിയത്. അപ്പം പിന്നെയാണ് അറിയുന്നത് കുട്ടിയുണ്ട് എന്നുള്ള കാര്യം. അപ്പം നമ്മളെ മുകളിൽ സ്ത്രീ പൊങ്ങി കിടക്കുന്നുണ്ട് ബോഡി, അത് നമ്മൾ എടുത്തു. പിന്നെയാണ് പറയുന്നത് കുട്ടിയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പരിശോധിച്ച ഇപ്പം വെള്ളത്തിൻ്റെ അടിയിൽ നല്ല ക്ലിയർ വെള്ളമാണ്. അപ്പം നമ്മളൊരു പാവ കടത്തിയ പോലെ വെള്ളത്തിൻ്റെ അടിയിൽ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കിടക്കുക. എത്ര വയസ്സുണ്ട്? ചെറിയ കുഞ്ഞ്, ഏകദേശം 1 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ്. കുഞ്ഞ് പുറത്തേക്ക് പൊങ്ങി വന്നില്ല ആ സമയത്ത്. അതായത് നമ്മൾ മുങ്ങിയെടുത്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിൽ വന്നൊരു ഭയങ്കര ഫീലിംഗ്, അതൊരു പാവ പോലെയാണ് തോന്നുന്നത്. ഏകദേശം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതുപോലെ കോള് വരുന്നുണ്ട്? അങ്ങനെ മിക്കവാറും ദിവസങ്ങളിലും കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ കോള് ഉണ്ടാവും. ഈ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷന്റെ പരിധി എങ്ങനെ വരും? എത്ര കിലോമീറ്റർ? പരിധി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 2 മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്. 5 or 6 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശത്താണ്. ഇപ്പം ഏരിയ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ചീമേനി പുതിയ ഒരു ഫയർ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. കയ്യൂര് ചീമേനി ഒരു പുതിയ ഫയർ സ്റ്റേഷൻ. അതുകൊണ്ട് കുറച്ചൊരു ടേൺ ഔട്ട് ഏരിയ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് കാഞ്ഞങ്ങാട്. ഏകദേശം ഒരു കോൾ വന്നാൽ എത്ര മിനിറ്റ് കൊണ്ട് അവിടെ എത്താൻ പറ്റും? നമ്മൾ ശരിക്കും റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. 1 കിലോമീറ്ററിന് 1 മിനിറ്റ്. 1 കിലോമീറ്ററിന് 1 മിനിറ്റ്. അപ്പോൾ 10 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് എത്തണം. പക്ഷെ ചിലപ്പോഴും അത് എല്ലാ സമയത്തും കഴിയണമെന്നില്ല. കാരണം റോഡിലെ ട്രാഫിക് അങ്ങനെയുള്ള തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്പം ഡിലേ ആവും. എങ്കിലും അതാണ് അതിൻ്റെ ടൈം. ഒരു കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ 18 സെക്കൻഡ് കൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പുറപ്പെടണമെന്നാണ് ടേൺ ഔട്ടിൻ്റെ ടൈം. ആ സമയത്തിനുള്ളിൽ മിക്കവാറും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും യൂണിഫോമിലല്ല ഫുൾ ടൈം ഉണ്ടാവുക. എങ്ങനെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം? എങ്ങനെയാണ് ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സിന് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ്. പിന്നെ ഓഫീസർമാർ കൂടുതലുള്ള അവസരങ്ങളിലാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ ഓഫീസേഴ്സ് ഉണ്ടാവും. അല്ലാതെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ഡ്യൂട്ടി എന്ന് പറയുന്നത് 24 hour ഡ്യൂട്ടിയാണ്. ഒരു ടേണ് 24 hour, രാവിലെ 9 മണി മുതൽ പിറ്റേന്ന് 9 മണി വരെ ഒരാൾ സ്ട്രൈറ്റ് ഡ്യൂട്ടി എടുക്കും. മറ്റേ ടേണ് അടുത്ത ദിവസം 24 മുതൽ അടുത്ത ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് റെസ്റ്റ്. ഒരു ദിവസം റെസ്റ്റ്, ഒരു ദിവസം ഡ്യൂട്ടി റെസ്റ്റ്, ഒരു ഡ്യൂട്ടി റെസ്റ്റ്, ആ രീതിയിൽ അങ്ങനെ പോകും. ആരെങ്കിലും വിളിച്ച് പറ്റിച്ചിട്ടുണ്ടോ? ഫാൾസ് കോള് വരും. ചില നമുക്കറിയാലോ, എല്ലാവരും ഒരുപോലെ മുമ്പ് മറ്റേ ഇപ്പോഴല്ല 90s അറിയും. മുമ്പ് നമ്മളൊരു റെഡ് കോയിൻ ബൂത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ ഇതിലൊക്കെ ഫ്രീ കോളാണ്. അങ്ങനെ ഫ്രീ കോള് വരും. ഒരുപാട് അങ്ങനെ കോള് വരാറുണ്ട്. പക്ഷെ നമുക്കറിയാം ജെന്യൂനാണെന്നുള്ള ആ വിളിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല നമ്മളെ കോളർ ID നോക്കിയിട്ട് കൺഫേം ചെയ്യും. നിങ്ങളുടെ നമ്പർ എത്രയാണെന്ന് ചോദിക്കും. അപ്പം റോങ് ആയിട്ടാ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അല്ലെങ്കിൽ വിളിയിൽ തന്നെ ഉള്ള കാര്യം മനസ്സിലാവും. പിന്നെ ഈ ചില കുട്ടികൾ മിസ്യൂസ് ചെയ്യും. ചിലവർ ഉപയോഗിക്കാതെ ഫോണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കും. അപ്പൊ അതില് ചിലപ്പോൾ സിം ഇല്ലെങ്കിൽ പോലും എമർജൻസി നമ്പറിൽ കോള് പോകും. അപ്പൊ അങ്ങനെയുള്ള ഒഴിവാക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ടോ? ഇപ്പൊ നിലവിൽ അതിനുള്ള നമ്മൾ അങ്ങനെ ഒരു തകരാറ് വരുന്നുണ്ടെങ്കിൽ സെൽ കമ്പനിയിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തു വരുന്നത്. അധികം ഈ ഗ്യാസിന്റെ അപകടം കൂടുതലുണ്ടാകുന്നുണ്ട് വീട്ടിലുണ്ടാണ്. അവർക്ക് കൊടുക്കാനുള്ള എന്താന്നുള്ളത്? ഗ്യാസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം വളരെ അപകടം പിടിച്ച ഒരു വസ്തുവാണ് ഗ്യാസ് എന്ന് പറയുന്നത്. അത്യാവശ്യമാണ്, അതോടൊപ്പം അപകടം പിടിച്ച ഒരു വസ്തുവാണ് ഗ്യാസ്.
അപ്പം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, വളരെ കെയർ ആയിട്ട് ഉപയോഗിക്കുക. ഇതിൻ്റെ കൊണ്ടുപോകേണ്ട വാഹനത്തിൻ്റെ മുകളിൽ തന്നെ പുറത്ത് എഴുതി അതിൻ്റെ കോഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഹൈലി ഇൻഫ്ലേമബിൾ, പിന്നെ കീപ്പ് ഡിസ്റ്റൻസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതേ സാധനം തന്നെയാണ് നമ്മൾ ചെറിയ ഇപ്പൊ ഈ അടിച്ച ബെല്ല് എമർജൻസിയാണ് ചെറിയ ഇതിലാക്കിയിട്ട് അതിൽ നിറച്ചിരിക്കുന്നത്. സെയിം ഇതാണ്. അപ്പോൾ അത് ലീക്കായി കഴിഞ്ഞാൽ ഉടനെ പുറത്തേക്ക് കത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഡോർ അടച്ചിട്ട് നിൽക്കുന്നൊക്കെ തുറന്നു നോക്കുക, പെട്ടെന്ന് വാഹനം പിന്നെ ഡോറുകൾ തുറന്നു വെക്കുക. വറിയുടെ ആവശ്യമില്ല. നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തേണ്ട സമയം ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഗ്യാസ് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ വാതിലുകളും ജനലുകളും മാക്സിമം തുറന്നു വെക്കുക. വെന്റിലേഷൻ ഉണ്ടാക്കുക. അത് ഗ്യാസ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കുക. ഉടനെ നമ്മൾ റെഗുലേറ്റർ ഊരി മാറ്റുക. സിലിണ്ടർ തുറസായ സ്ഥലത്തേക്ക് എത്തിക്കുക, പുറത്തേക്ക്. അത് വീടുമായിട്ട് കുറച്ച് അകലെയായിട്ട് തുറസായ സ്ഥലത്ത് ഓപ്പണിംഗ് സ്പേസിൽ എത്തിക്കുക. ഒരു നനഞ്ഞോ തുണിയോ വെച്ചിട്ട് മൂടി വെക്കുക, എപ്പോഴും മൂടി വെക്കുക. ഉടനെ ഗ്യാസ് ഏജൻസിയിലോ അല്ലെങ്കിൽ ഫയർഫോഴ്സിലോ വിളിച്ചിട്ട് വീട്ടിൽ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. എമർജൻസി പോകുന്നുണ്ടോ? പോവും. എന്താ കോള്? അവിടെ തന്നെ ഫയർ കോളാ. അത് ഒരു പറമ്പിലുള്ള പുല്ലിന് തീ പിടിച്ച. കുഴപ്പമില്ല. അപ്പോൾ അനുഭവങ്ങൾ പറയാൻ ഒരുപാടുണ്ടാവും. വേറെന്തെങ്കിലും മനസ്സിൽ തട്ടിയ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കണ്ട. അപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു കോൾ വന്നിട്ട് എമർജൻസി പോവാന്ന്, അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന്. ചെറിയ വണ്ടി പോകല്ലേ? വണ്ടി മുകളിൽ കയറി രാവിലെ പോയതോ? പ്രശ്നമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു എമർജൻസി വന്നിട്ട് എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് തന്നെ ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വണ്ടിയിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ടാവും? അപ്പം വണ്ടിയിൽ 2 തരത്തിലുള്ള വണ്ടിയാണ് മെയിനായിട്ടുണ്ടാകും. ഒന്ന് ഫയർ കോഡ് തീപിടുത്തത്തിൽ ഉപയോഗിക്കുന്നതും മറ്റ് അപകടങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന മറ്റൊരു വണ്ടി. അങ്ങനെയുള്ള 2 പിന്നെ ആംബുലൻസ് ഉണ്ടാവും, ജീപ്പ് ഉണ്ടാവും, പിന്നെ ബുള്ളറ്റ് ഉണ്ട്, അങ്ങനെ ബൈക്ക്, അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഉള്ളത്. 2 തരത്തിലുള്ള. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഫയറാണോ അല്ലെങ്കിൽ വെള്ളത്തിലാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? അത് നമ്മൾ ആപേക്ഷികമായിട്ടുള്ള ഇതാണ്. പിന്നെ വലിയ ഫയർ കോൾ ആണെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കും. കാരണം രണ്ടും പേടിക്കേണ്ട ഒരു സംഗതിയാണ്. വെള്ളമായാലും തീയായാലും രണ്ടും നമുക്ക് ഭയക്കേണ്ട ഒരു വസ്തു തന്നെയാണ്. വണ്ടി എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ വണ്ടി എത്തിപ്പെടാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ ഫയർ ബീറ്റർ എന്നുള്ള സാധനം വെച്ചിട്ട് എത്ര നീളം ഉണ്ടാവും അതിന്? ഏകദേശം ഒരു 100 മീറ്ററൊക്കെ ലെങ്ത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ഹോസ് വെള്ളം പമ്പ് ചെയ്തിട്ട് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് ഫയറിന്റെ കുറെ പ്രിക്കോഷൻസ് വേണമെന്ന് പറയുന്നത് എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്? അത് ഓരോ ബിൽഡിങ്ങിന്റെ തരം തിരിച്ചിട്ടാണ് നമ്മൾ സേഫ്റ്റി ചെയ്യുന്നത്. ഒരു ബിൽഡിംഗ് റോളിൽ പ്രകാരം എന്തൊക്കെ വേണമെന്നുള്ള അതിൽ തന്നെ കൃത്യമായി ചെക്ക് ലിസ്റ്റിൽ കൃത്യമായിട്ടുണ്ടാവും. ഈ ഒരു ബിൽഡിങ്ങിൽ എന്തൊക്കെയൊക്കെ വേണമെന്നുള്ള സാധാരണ അങ്ങനെ ഓരോ കാറ്റഗറി 9ഓളം കാറ്റഗറി ഉണ്ട്. റെസിഡൻഷ്യൽ, അങ്ങനെ ഫസാഡസ്, പിന്നെ അങ്ങനെ. അതല്ല ഇപ്പം ഗവൺമെന്റ് നിർബന്ധമാക്കിയതല്ലേ? നിർബന്ധമാണ്. എന്നിട്ട് വെക്കാത്ത ടീംസും ഉണ്ടാവുമല്ലോ? അതുണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് പിന്നെ ഓരോ മാസവും അതിനുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഈ ഫയർ എക്സ്റ്റൻഷറാ നമ്മളെ അല്ലേ? അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? എക്സ്റ്റിങ്ക്വിഷർ തീർച്ചയായിട്ടും ഉണ്ട്. ഏകദേശം 2 വർഷത്തോളം എക്സ്റ്റിങ്ക്വിഷർ. 2 വർഷം കഴിഞ്ഞാൽ എക്സ്പയർ ചെയ്യണം. എക്സ്പയർ കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നിക്കൽ റിന്യൂവൽ ചെയ്തിട്ട് മാറ്റി വെക്കണം. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദിവു കുമാർ സാറാണ്. പിന്നെ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലാണ്. കുറേ സംഭവങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇവരെ ഡ്യൂട്ടീനും ബുദ്ധിമുട്ട് ആക്കുന്നില്ല. കാരണം നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ, അത്യാവശ്യം അറിയാനുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമ്മളെ റഫീജ് ചോദിച്ച ഇപ്പം ഫയർ സർവീസിലേക്ക് വരുന്ന ആൾക്കാർ എങ്ങനെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ അവരോട് വരുന്നതിന് ഒരു ഇത് കൊടുക്കാനുണ്ടെങ്കിൽ, ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ എങ്ങനെയാണ് സർവീസിലേക്ക് വരാന്ന്? പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ജോലി എന്ന് പറയുന്നത് സാധാരണ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC വഴിയാണ് എടുക്കുന്നത്. ഇപ്പം
ക്വാളിഫിക്കേഷൻ +2 ആണ് ഉള്ളത്. ആ +2 ക്വാളിഫിക്കേഷനിലവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ടെസ്റ്റിന് ആദ്യം വിളിക്കും. റിട്ടേൺ ടെസ്റ്റിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റാണ് ഉണ്ടാവുക. ആ ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സാവണം. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ആ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ ഈ ലിസ്റ്റ് പ്രകാരം സീനിയോറിറ്റി പ്രകാരം നമ്മൾ ഈ സർവീസിലേക്ക് എടുക്കും. സർവീസിൽ എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തോളം ട്രെയിനിങ് ഉണ്ട്. ഫയർമാൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഡ്രൈവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. ആ 1 വർഷം പൂർത്തിയാക്കിയാലാണ് നമ്മൾ പക്ക ഫയർമാനായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഫയർമാനായിട്ട് മാറുന്നത്. ഈ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഫയർഫോഴ്സിൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ. ഇപ്പോൾ സാറിൻ്റെ സർവീസിൽ സാറിൻ്റെ കൊളീഗ്സിനാ പറ്റും ഇപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന സമയത്ത് ഇപ്പം നേരത്തെ മരണപ്പെട്ടു എന്ന് പറയുന്നത് അതല്ലാണ്ട് എന്തെങ്കിലും മറ്റുള്ള രീതിയിൽ അപകടം പറ്റിയിട്ട് അപകടങ്ങൾ ഉണ്ടാവും. നമുക്ക് അല്പം പിന്നെ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ പിന്നെ നിർഭാഗ്യവശാലുള്ള അപകടങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചാലയിൽ ഫയർ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂര്. അതെ. അത് എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അന്ന്? അത് സംഭവിച്ചത് LPG ലീക്കാണ്. ഡിവൈഡറിൽ തട്ടിട്ട് LPG ലീക്കായിട്ട് മറിഞ്ഞു. അത് ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. അത് ഉടനെ നമ്മുടെ അടുത്ത ഫയർ സ്റ്റേഷൻ കണ്ണൂരിലാണ് അത് കോള് പോയിട്ടുണ്ടായിരുന്നു. ആ കോള് പോയിട്ട് അവർ ഗ്യാസ് ലീക്കായിട്ടുണ്ട് എന്നുള്ള ഒരു കോളാണ് വരുന്നത്. ഫയർ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ഏകദേശം അടുത്തെത്തിയ സമയത്താണ് ഫയർ ഉണ്ടാകുന്നത്. ഫയർ ഉണ്ടായിട്ട് ബ്ലാസ്റ്റായിട്ട് അതിൻ്റെ ചീട് നമ്മളെ ഫയർ എഞ്ചിൻ്റെ അടിയിലേക്ക് അടുത്ത് വരെ തെറിക്കുന്ന ഒരു അവസ്ഥ. അത് ജസ്റ്റ് അടുത്തെത്തിയിട്ടാണ് ഈ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാവുമായിരുന്നു. ഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചില്ല. മുന്നേ ബ്ലാസ്റ്റായി. അതൊരു വലിയൊരു സംഭവമായിരുന്നു. ഏകദേശം 19ഓളം ആൾക്കാർ മരണപ്പെട്ടു. എത്ര കിലോമീറ്ററോളം? ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം അതിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിലെ മിക്ക ഫയർ യൂണിറ്റും ആ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നൊന്നല്ല. ഞാൻ എന്താ പറയുക, എനിക്ക് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിത് കുറേ നാളായിട്ട്, കുറേ മുമ്പേ ഞാനിതിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ളത്. പക്ഷെ എനിക്കറിയില്ല ഇവർ ഇവിടുന്ന് സമ്മതിക്കുമോ, ഇനി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളെ സുഹൃത്ത്, നമ്മളെ ഫ്രണ്ട് തന്നെ ആണെന്നില്ലേ ദീശു എന്ന് പറയുന്നത്, നമ്മളെ നാട്ടുകാരനാണ്, ഫയർഫോഴ്സിലുള്ള തന്നെ. അപ്പോൾ അവരോട് സംസാരിച്ച് അവരോട് പറഞ്ഞ് സ്പോട്ടിൽ ചെയ്തോന്ന് പറഞ്ഞു. ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സാറന്മാരും ഓക്കെ പറഞ്ഞു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ പല സ്ഥലത്ത് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഫയർഫോഴ്സിൻ്റെ മേഖലയിൽ അങ്ങനെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടോ ഇല്ല എന്നൊക്കെ തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കാഞ്ഞങ്ങാട് സ്റ്റേഷൻ്റെ. അപ്പോൾ എന്തായാലും പോലീസുകാരും സ്റ്റേഷൻ രണ്ടാൾക്കാരും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് തന്നെ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളെ ഒരു ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസും. ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള 2 വകുപ്പുകളാണ് പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, അതേപോലെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എപ്പോഴും അപകട സമയത്ത് നിർബന്ധമായിട്ട് പോലീസ് ഒന്നിച്ച് തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടതിലും നമ്മളോട് സംസാരിച്ചതിലും. പിന്നെ വണ്ടീൻ്റെ കാര്യങ്ങൾ കുറേ നമുക്ക് എടുക്കാനുണ്ട്, പക്ഷെ അത് എടുക്കുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കാരണം എന്താ നിയമ തടസ്സം ഉണ്ടാവണ്ടാന്ന് കേട്ടോ, അല്ലെങ്കിൽ വണ്ടീൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരായിരുന്നു. എന്തായാലും സന്തോഷം. ബൈ.